ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നളചരിതമാണ്. നളചരിതത്തിലെ 3-ാം ദിവസം. നളൻ്റെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷം നിറഞ്ഞ ദിവസങ്ങളാണ് വനവാസകാലത്ത് കടന്നുപോയത്. ചൂതുകളിയിലെ പരാജയം, രാജ്യനഷ്ടം, പ്രജാദോഷം, പത്നി പരിത്യാഗം തുടങ്ങിയ കടുംകൈകൾ ചെയ്തത് മൂലം പശ്ചാത്താപ വിവേചനമായിരുന്നു നളൻ. ഭൂതാവേശം പോലെ കലി അദ്ദേഹത്തെ അലട്ടുകയും ഉള്ളു ചുട്ടുനീറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏകാന്ത ശാന്തമായ വനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നും തളർന്നു വീണും വിചാരം കലർന്നും വിഷാദനഗ്നനുമായി ദിവസങ്ങൾ തള്ളിയ നൈഷധൻ്റെ അന്തഃശോഭം കവി ആത്മഗതം വഴിയാണ് പ്രകാശിപ്പിക്കുന്നത്. ഉത്കടമായ ആത്മസംഘർഷ വിഷമീകരിക്കാൻ കാളിദാസൻ, ഷേക്സ്പിയർ തുടങ്ങിയ മഹാകവികൾ ആത്മഗതമെന്ന സങ്കേതം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നളന് ആദ്യമായി അനുഭവപ്പെട്ട ഒരു വിരഹ ദുഃഖമായിരുന്നു. നട്ടപ്പാതിരയ്ക്ക് പ്രിയ പത്നിയെ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോകുകയെന്ന കൊടുംചതിയാണ് അയാൾ ചെയ്തത്. ഭൂതബാധ പോലെ നളനെ പിടികൂടിയ കലിയുടെ പ്രേരണ കൊണ്ടാണ് അങ്ങനെ ചെയ്തതെങ്കിലും തൻ്റെ ധർമ്മബോധത്തിനും അഭിമാനത്തിനും പ്രേമഗൗരവത്തിനും ഒട്ടും നിരക്കുന്നതായിരുന്നില്ല. തെല്ലും മനഃശാന്തി ലഭിക്കുമ്പോൾ അയാൾ പ്രിയതമയെ ഓർത്തു വിലപിക്കും. അവൾ ജീവിച്ചിരിക്കുന്നോ മരിച്ചുവോ ബന്ധുഗൃഹത്തിലെത്തിയോ എന്നൊന്നുമറിയാൻ ഒരു പഴുതുമില്ല. ഇങ്ങനെ വിഷമവൃത്തത്തിൽ പെട്ടുഴയുന്ന വേളയിൽ നളൻ നാട്ടിലേക്ക് മടങ്ങാൻ ലജ്ജിച്ചു. വിഷാദാഖ്യത്തിൽ നിന്നും കരകയറാൻ സാധിക്കുമെന്ന പ്രത്യാശ ഇല്ലാതായി. ഈ ദീനതാവസ്ഥയിൽ ആശ്വാസത്തിന് നൈഷധൻ ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. സ്വയംവരവേദിയിൽ വെച്ച് വേണ്ടുവോളം വരങ്ങൾ നൽകി അനുഗ്രഹിച്ച ദേവന്മാർ തനിക്ക് അടിക്കടി ആപത്ത് വന്നപ്പോൾ ഉദാസീനരായി കഴിയുന്നത് നന്നല്ല എന്ന് പരിഭവിച്ചു. അനുദിനം ദേവന്മാരെ പൂജിക്കുകയും ഭജിക്കുകയും ചെയ്തിട്ട് ചൂതിൽ അനുജനോട് തോറ്റ് കാടുപൂകി. വിധിയന്ത്രത്തിരിപ്പിൽപ്പെട്ട നളൻ ചൂതിൽ മുഴുകി പ്രജകളുടെ വെറുപ്പ് സമ്പാദിച്ചു. പ്രിയതമയെ കാട്ടിലുപേക്ഷിച്ച് ഓടിപ്പോയ ശേഷം നിസ്സഹായനായി കഴിയുന്ന നൈഷധൻ ദേവന്മാരെ വിളിച്ച് അപേക്ഷിച്ചു. തൻ്റെ കർമ്മദോഷം കൊണ്ട് ഭൈമി ആവോളം ദുഃഖമനുഭവിച്ചു. ഇനിയും പതിദേവതയെ അവൾക്ക് ആപത്ത് വരുത്തരുതേ. അതിസങ്കടത്തിലും തൻ്റെ മനസ്സിൽ ചാപലഭാവം ഉണ്ടാകരുതേ എന്ന് കേണു പ്രാർത്ഥിച്ചു. തന്നെ അധീരനെന്ന് ആരും അപഹസിക്കരുത് എന്ന പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ അഭിമാനബോധത്തിൽ നിന്ന് ഉയർന്നതാണ്. മനോവിഭ്രാന്തി മൂലം പല അവിവേകങ്ങളും പ്രവർത്തിച്ചു. ഇതൊക്കെ തൻ്റെ ഭീരുത്വം കൊണ്ടോ ധർമ്മലോഭം കൊണ്ടോ ചെയ്തതാണെന്ന് അപവദിക്കരുത്. ജീവിതത്തിൻ്റെ താളം തെറ്റിയ ഒരാത്മാവിൻ്റെ തേങ്ങലുകളാണിത്. കൊട്ടാരത്തിൻ്റെ സുഖസമൃദ്ധമായ ജീവിതം വെടിഞ്ഞ് കുറേ കാലം വനത്തിലെ ഏകാന്തത അനുഭവിച്ച നളന് ലോകഗതിയിലെ വൈരുദ്ധ്യങ്ങൾ അനുഭവിച്ചറിയാൻ അവസരം ലഭിച്ചു. എല്ലാം നഷ്ടപ്പെട്ട് വനത്തിൽ ശരണം പ്രാപിച്ച അദ്ദേഹം വനവാസം നഗരജീവിതത്തെക്കാൾ അഭികാമ്യമായി കരുതുന്നു. നഗരം ഘോരവിപണിമായും വനം 7 നിലം ആളുകയും സങ്കൽപ്പിച്ചു. രതിവിനോദം, സ്ത്രീസേവ, നീതിനിർവഹണം, ധനനഷ്ടം, ശത്രുപീഡ ഇങ്ങനെ പ്രശ്നശതങ്ങൾ നിറഞ്ഞ കൊട്ടാര ജീവിതം സ്വൈര്യം കെടുത്തുന്നതാണ്. ഉപജപങ്ങളും കീടമത്സരങ്ങളും കൊട്ടാരത്തിൻ്റെ ഇടനാഴികളിൽ പതിയിരിക്കുന്നു. അധികാരം ഒരാഡംബരത്തിനുണ്ടെങ്കിലും ആപത്ത് നിഴൽ പോലെ പിന്തുടരുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ മലയിടുക്കുകളും ദുഷ്ടമൃഗങ്ങളും പതുങ്ങിയിരിക്കുന്ന ഗുഹാമുഖങ്ങളും പോലെയാണ് നഗരം. മനസ്സിൽ സങ്കൽപ്പിക്കാനും വാക്കുകളിൽ പകരാനും കഴിയാത്ത വിധം ഭീതി നിറഞ്ഞതും ശത്രുക്കൾ കുടിയേറിപ്പാർക്കുന്നതുമാണ് കൊട്ടാരക്കെട്ടുകൾ. കാമക്രോധലോഭമോഹങ്ങൾ ഭീമാകൃതി പൂണ്ട വൈരാഗികളെപ്പോലെ പിന്തുടരുന്നു. ഇതിൽ നിന്ന് വിപരീത അനുഭവമാണ് വനത്തിലുള്ളത്. രമ്യമായ വനങ്ങൾ സദനങ്ങളും സഭാമണ്ഡലങ്ങളും പോലെ
സുഖദായകമാണ്. വള്ളികൾ ചുറ്റിപ്പണിഞ്ഞ് വനഭാഗത്തെ അനന്തകരമായ സദനങ്ങളെയും രാജാവിൻ്റെ സഭാവേദികളായും കാണുന്നു. പാറക്കെട്ടുകളിൽ നിന്നും ജലം ഒഴുക്കി വരുന്ന നദികൾ മുലചുരത്തി കൊടുക്കുന്ന അമ്മമാരെപ്പോലെയാണ്. വിഭവങ്ങളും പേറി നിൽക്കുന്ന വൃക്ഷങ്ങൾ സമന്തരന്മാരെപ്പോലെയാണ്. ധനവും വിഭവവും കാഴ്ചവെച്ച് ഓച്ചാനിച്ചു നിൽക്കുന്ന സമന്തരന്മാരുടെ ധർമ്മം ചുറ്റും നിൽക്കുന്ന വൃക്ഷങ്ങളിൽ നളം കാണുന്നു. രാജകീയ സുഖങ്ങൾക്ക് വനത്തിൽ ഒരു കുറവുമില്ല. ദുരിതങ്ങൾ അകറ്റപ്പെടുകയും കാമക്രോധാദി ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുകയും ചെയ്തിരിക്കുന്നു. വിധിയുടെ കാഠിന്യം കൊണ്ട് മേൽക്കുമേൽ വന്നു പതിച്ച ആദികൾ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വളരെ കാലത്തിനു ശേഷം മനസ്സിന് സ്വസ്ഥ്യം ലഭിച്ചു. വനജീവിതം പരിചയിച്ചതുകൊണ്ട് മനസ്സിലെ തീവ്രഭാവങ്ങൾ ഒഴിയുകയും തത്വബോധം ഉദിക്കുകയും ചെയ്തു. ദിവസങ്ങൾ തള്ളി നീക്കുന്ന നൈഷധൻ്റെ മനസ്സിനെ മതിക്കുന്ന വിവിധ ഭാവങ്ങൾ കവി ആവിഷ്കരിക്കുന്നു. ഇവിടെയെല്ലാം അടിപാതറാതെ ആസ്തിക ബോധമാണ് നിഷധരാജനെ നിലനിർത്തിയത്. മനോവിജ്ഞാനത്തിൻ്റെ മറുകര കണ്ട ഒരു കവിക്ക് മാത്രമേ വിധിയുടെ നിർദ്ദയമായ അടിയേറ്റ് ഉഴലുന്ന മനുഷ്യാത്മാവിൻ്റെ അന്തഃക്ഷോഭം തൊട്ടുണർത്താൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.